പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു കൂട്ടുകറി ഉണ്ടാക്കുകയാണ്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. കൂട്ടുകറിക്ക് വേണ്ടി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്, വെളിച്ചെണ്ണ. എണ്ണയൊക്കെ ചൂടായി, ഇനി നമ്മൾ കടുകിടുകയാണ്. നല്ല കടപെടാതെ പൊട്ടുന്നു. അടുത്ത് വറ്റൽ മുളക് നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് കരിവേപ്പിലയും കൂടി അതിട്ട് കൊടുക്കുക. ഒന്ന് കിണ്ടി കൊടുത്താൽ മതി. അടുത്ത് നമ്മള് സവാള അങ്ങ് ഇട്ട് കൊടുക്കണം. എല്ലാം നല്ല രീതിയിൽ പിന്നെ കിണ്ടി ഒന്ന് തയ്യാറെടുക്കുക. നമ്മള് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മള് സാറ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, സവാളയൊക്കെ ഒന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കിയിട്ട് വെച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് വെന്തിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നമ്മൾ കൂട്ടുകറിക്ക് വെച്ച സാധനം തിളച്ച് നല്ല പരുവം എന്നാ ഉണ്ടല്ലേ, മുളകൊക്കെ കിടക്കണം. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട് കൂട്ടുകറിക്കുള്ളത്. നമ്മളിതാ മഞ്ഞപ്പൊടി ഇടുകയാണ് അതില്. എന്നിട്ട് ഒരു കിണ്ടൊക്കെ കിണ്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അടുത്ത് നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. തെറ്റിപ്പോയാൽ ഇവർ ഒന്നും മിണ്ടൂല, ഇവർക്ക് അനക്കം ഇല്ലാതെ നിൽക്കുകയാണ്. മല്ലിപ്പൊടിയും കൂടി നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കും. അതെന്തൊരു പൊടി? മസാലപ്പൊടി. ഇപ്പൊ ഇട്ടത് കറി മസാല ആണ്, തെറ്റിപ്പോയി. ഇത് നല്ല പൊടിയൊക്കെ ഇട്ട് ഇളക്കി നല്ല പരുവത്തിലെത്തി. ഇനി നമുക്ക് ഉഴുന്ന് വടയും കൂടി അതിലിട്ട് കൊടുക്കണം. അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു ഇളക്കൊക്കെ അങ്ങോട്ട് ഇളക്കി ഒരു പരുവത്തില് എടുക്കണം. ചെറിയ ചീനിച്ചട്ടിയായിപ്പോയി. വലിയ ഉരുളിയായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇളക്കായിരുന്നു. ഇനി നമ്മളതാ ഒന്നാം പാലും കൂടി അതിലങ്ങ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഒരു ഇളക്കി കൊടുക്കണം. അപ്പം കൂട്ടുകറി ഇതാ റെഡി ആയി കഴിഞ്ഞ്. നല്ല ഉണ്ടല്ലേ. അപ്പം കൂട്ടുകറിയുടെ വീഡിയോ ഇത്രമാത്രം തന്നെയാണ് ഉള്ളത്. അപ്പൊ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.